later. ഷോ അവൾ എനിക്ക് മിണ്ടുന്നില്ലല്ലോ. ഞാൻ ചെയ്ത് തെറ്റായി പോയോ? ഷേ, ഞാൻ എങ്ങനെ ആ പൊട്ടിയുടെ മുന്നിൽ പറയണ്ടില്ലായിരുന്നു. ആ റോസി പോ എല്ലാം പരത്തി കാണും. അതായിരിക്കും ദേവൻ എന്റെ അടുത്ത് ഇത്ര ദേഷ്യം. അർജുൻ, അർജുൻ, ആ, എന്താ ജെന്നി? എന്താ അർജുൻ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? കാമുകി തേച്ചോ? ആരെ പറഞ്ഞേ എനിക്ക് കാമുക ഉണ്ടെന്ന്? ഞാൻ എല്ലാം അറിഞ്ഞു. ഇനി നീ ഉരുളണ്ട. നീ എന്തറിഞ്ഞു എന്നാ നീ പറയുന്നേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നെയ്യും ദേവും. ജെന്നി എന്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോ. അത് നിനക്ക് നല്ലത്. ഓ, ഉള്ളത് പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ? നിന്നോടാണ് ഈ നുണയൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഉള്ളതല്ല. ഇനി നീ ഉരുണ്ട് കളിക്കണ്ട. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു. എന്നോട് റോസി എല്ലാം പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ അവൾ എന്നോടെല്ലാം പറഞ്ഞു. ഞാൻ അത് റോസിന്റെ അടുത്ത് തമാശക്ക് പറഞ്ഞതാ. അവളത് കാര്യമാക്കി എടുത്തത് എന്റെ കുഴപ്പമില്ല. ഇനിയിപ്പൊ നീ അങ്ങനൊക്കെ പറഞ്ഞു. തമാശക്ക് പറഞ്ഞത്. അത് അവൾക്ക് മനസ്സിലാവാത്തത് എന്റെ കുറ്റമല്ല. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഇനിയിപ്പോ ദേഷ്യപ്പെട്ടോ? ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. സോറി. നീ ഇപ്പൊ ഇവിടുന്ന് പോ ജെന്നി. അർജുൻ, നീ ഇപ്പൊ ഇവിടുന്ന് പോ. എനിക്കൊന്നും പറയണ്ട. നീ പോ. ഷോ അവളെ തള്ള ഞാൻ കയ്യോ കരുതായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിലൊന്നും ഇല്ലേ? പ്ലീസ് ജെന്നി, നിന്നോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞേ. അങ്ങനെയൊന്നും ഇല്ല. നിനക്ക് ക്ലിയർ ആക്കണമെങ്കിൽ ദേവന്റെ അടുത്ത് ചോദിച്ചു നോക്ക് എന്ത് ശരിക്കുണ്ടായെന്ന്. പിന്നെ നീ എപ്പോഴെങ്കിലും ഞങ്ങളെ മിണ്ടുന്നത് കണ്ടിട്ടുണ്ടോടി? നിന്നെയൊക്കെ ഞാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടാന്ന് വിശ്വസിച്ചോണം. അതാണല്ലോ, അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ. അത് പിന്നെ അർജുൻ, നീ ഇത്രയ്ക്ക് അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലൊന്നും ഇല്ല. സോറി. നീ ചെന്ന് ദേവുനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അപ്പോൾ അവൾക്ക് അവളെ കൺവിൻസ് ചെയ്യാനാ? എന്റെ പട്ടി പോയി കൺവിൻസ് ചെയ്യും. ഓടാ അവിടുന്ന്. ഇവളെ കൊണ്ട് തോറ്റു മനുഷ്യൻ എല്ലാം അറിയണം. ഇതാരെ ദേവുനെ എണീറ്റിയോ? കണ്ടോ? അവള് ക്ലാസ്സിലുണ്ടല്ലോ. അല്ല, ഇവിടെ എവിടെ അടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. എന്താടി? അടിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഒരു അടിയില്ല. അപ്പോ ജെന്നി പറഞ്ഞല്ലോ. അവള് നിങ്ങളെ പറ്റിച്ചതാവും. എവിടെ അടി ഉണ്ടെന്ന് പറഞ്ഞേ? ആ ക്യാൻറ്റീന്റെ അടുത്ത് പുതുതായി വന്ന. അവിടെ അടിയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ മലയാളം എടുത്ത ഒരു കുട്ടിയും ഇംഗ്ലീഷ് എടുത്ത ഒരു കുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. അത് അവിടെ തന്നെ തീർന്നു. അവരെല്ലാരും ഇപ്പൊ ക്ലാസ് പോയി. ഓ, അതായിരുന്നു ഇത്ര വലിയ കാര്യത്തിൽ അവള് വന്ന് പറഞ്ഞിരുന്നേ. അല്ല, നിങ്ങൾക്ക് പോയി ഫ്രീ പീരീഡാ? അല്ല, ഇപ്പൊ ഐറ്റിയാ. ക്ലസ്റ്റർ മീറ്റിംഗ് നടക്കുക. എല്ലാവരും ക്ലാസ്സിൽ കയറും. ചേട്ടൻ ലീഡർ ആണല്ലോ. ഞാനത് മറന്നുപോയി. ഞാൻ പോട്ടേട്ടോ. നീ എന്താ അടിയുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വന്നാ? അതെ. ചേട്ടൻ ഇപ്പൊ പീറ്റിയാണോ? ഞാൻ ചേച്ചിനെ കണ്ടായിരുന്നു ആദ്യം പോകുമ്പോ. തിരിച്ചു വന്നപ്പോ ചേച്ചി അവിടെ ഇല്ല. അറിയില്ല, ക്ലാസ് പോയി കാണും അവള്. ഓക്കെ ചേട്ടാ. പക്ഷെ ജെന്നി എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അവള് നിന്നെ പറ്റിച്ചതാവും. നീ ഇപ്പൊ ക്ലാസ് കയറ്. ഓക്കെ ഓക്കെ. അല്ല ചേട്ടാ, സാറിനോട് പറഞ്ഞെടുക്കല്ലേ ഞാൻ ഇറങ്ങി നടന്നത്. ഞാൻ ക്ലാസ്സിൽ ഇപ്പൊ തന്നെ കയറിക്കോളാം. ലാബിൽ പോ പെട്ടെന്ന്. ലാബിൽ നിന്ന് മുങ്ങിയതല്ലേ? അവിടെ CCTV ഉള്ളതാ. അതൊന്നും കുഴപ്പമില്ല. ടീച്ചർ കണ്ടിട്ടുണ്ട് ഞാൻ വരുന്നത്. മൂത്രമൊഴിക്കാൻ വരുന്നത് പറഞ്ഞു വന്നതാ. എന്നിട്ട് ഇപ്പോഴാണ് ഇവിടെ നിൽക്കുന്നത്? തിരിച്ചു പോ. അല്ല, എന്റെ കൂടെ രണ്ടുപേരും ഇറങ്ങിയായിരുന്നേ. അവരെ ടീച്ചർ വിട്ടോന്ന് അറിയില്ല. അതൊക്കെ എന്തേലും ആവട്ടെ. നീ ഇപ്പൊ തിരിച്ചു പോ. പിടിച്ച സീനാ. പിന്നെ നിങ്ങൾ ഐറ്റിക്ക് വിടില്ല. എന്നാ ഞാൻ പെട്ടെന്ന് പോട്ടെ. ചേച്ചിനെ കണ്ടാ പറയണേ. പറയാം. ഓ, അതങ്ങനെ. A few moments later. നീ ചെറിയ വഴക്കനാടി. കുറെ വഴക്കണ്ടെന്ന് പറഞ്ഞേ ഐറ്റി ലാബിന് മുങ്ങാൻ നോക്കി. അതങ്ങനെയില്ല. ഞാനിങ്ങനെ എന്നോട് വേറെ കുട്ടികൾ പറഞ്ഞേ, കുട്ടികളോട് വേറെ കുട്ടികൾ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത് ഇപ്പൊ വലിയ തല്ലാതാ. ശരിക്കും 2 മിനിറ്റിലെ തല്ലുണ്ടായിരുന്നുള്ളൂ അത്ര. നമ്മളെ മിസ് വിടാൻ നന്നായി. അല്ലെങ്കിൽ അവിടെ ചെന്ന് നാണം കെട്ടേനെ ആരും ഇല്ലാതെ. അനുപോയി നാണം കെട്ടിട്ടുണ്ട്. നമ്മൾ നാണം കെടാഞ്ഞത് മിസ് വിടാണ്ടോന്ന് മാത്ര. പിന്നെ അനുവിനെ തപ്പാൻ വേണ്ടി നമ്മൾ വിട്ടപ്പോഴല്ലേ അനു തിരിച്ചു വരുന്ന നമ്മള് കണ്ടത്. അപ്പൊ തന്നെ നമ്മളോടി. നമ്മളാരെ മക്കള്? നമ്മളോളം ബുദ്ധി ആർക്കുണ്ടടി? നമ്മളോടല്ല, എന്നോളം ബുദ്ധി. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇതാരാടി? ഇതേ മുമ്പ് എവിടെയോ കണ്ട പരിചയം. ഇത് അനുവിന്റെ ചേച്ചിയാ. ഈ ചേച്ചിനെ കുപ്പിയിലാക്കിയാലോ? സോപ്പ് ഇട്ടിട്ട്. ഇതല്ലേ അനു ബാറൊക്കെ പറയുന്ന ആ ചാടത്തണ്ടി ജെന്നിന്റെ ബെസ്റ്റ്? നോ, ജെന്നിയുടെ കൂടെ നടക്കുന്ന ആള്. എന്തൊക്കെ പറഞ്ഞാലും ഇവളെ കാണാൻ ഭയങ്കര ലുക്കാ. ഹായ് ചേച്ചി. ഹായ്. എടി, ഞാനൊക്കെ ചേച്ചിയുടെ അടിയാ. നീ മിണ്ടാണ്ട് നിക്കേ. ഹായ് ചേച്ചി, മൈ നെയിം ഈസ് അനന്യ. നൈസ് ടു മീറ്റ് യു. മൈ നെയിം ഈസ് ദേവു. ചേച്ചിയുടെ അനിയത്തിന്റെ ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അറിയാം. അവൾ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. കുറ്റമായിരിക്കും അല്ലേ ചേച്ചി? അതെ. അതിനെന്തിനാ മോള് കരയുന്നേ? എന്ത് ചെയ്യാനാ ചേച്ചി? അവർക്കൊന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്തോന്ന് ചെയ്യാനാ? കുറച്ച് സൗന്ദര്യവും പണവും ഏറിപ്പോയതാണോ ഞാൻ ചെയ്ത് തെറ്റ്? ചേച്ചിക്കറിയോ, അവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല. ഞാൻ അവരോട് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാ അവരെന്നോട് പെരുമാറാറ്. അതെനിക്ക് നന്നായി ഹേർട്ട് ചെയ്യാറുണ്ട്. അയ്യോ, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര സാധനമാണ്. നീ ഒരു പാവാണല്ലോ. ഈ ക്യാൻറ്റീൻ ഞാൻ ഉണ്ടാക്കിയത്. ഈ സ്കൂളില് എല്ലാ കുട്ടികൾക്കും നല്ല വെറൈറ്റി ഫുഡ് കഴിക്കാൻ കിട്ടണം എന്നുള്ള ആഗ്രഹം വെച്ച. അല്ലാതെ പാവം ഉണ്ണിച്ചേട്ടന്റെ കട ഇല്ലാതാക്കാൻ വേണ്ടിയൊന്നും അല്ല. ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അയ്യോ ചേച്ചിക്കാര്, സ്കൂളിൽ വന്നപ്പോ ഇവിടെ കേട്ടോണ്ട് കുട്ടികളൊക്കെ പാവ രാമായണ ചേട്ടന്റെ ഇങ്ങനെ ശല്യപ്പെടുന്നത് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നപ്പോ ഞാനങ്ങ് ഒരു കട അങ്ങ് ഉണ്ടാക്കിയതാ. അല്ലാതെ ഉണ്ണിച്ചേട്ടന്റെ കട കളയാൻ വേണ്ടിട്ടൊന്നും അല്ല എന്റെ ചേച്ചി. അയ്യോ, ഇവിടെ പാവല്ലോ.
നമ്മള് തെറ്റിദ്ധരിച്ചിരിക്കാലോ. അനുവിന് പറയാനൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. അവരൊക്കെ നിന്നെ കുറിച്ച് ഇതല്ലേ വിചാരിച്ചിരിക്കുന്നേ. നീ ശരിക്കും ഒരു പാവാണല്ലോടി. അതെ ചേച്ചി, ഞാനൊരു പാവാ. ഇവരാർക്കും എന്നെ ഇഷ്ടമല്ല. ഞാനൊരു പാവമായി പോയില്ലയോ. ഫസ്റ്റ് ദിവസം തന്നെ ബെൻസിൽ വന്ന് ഇറക്കിട്ടാ തോന്നുന്നു. അവർക്കൊക്കെ എന്നോട് വന്ന അസൂയ. ഞാൻ ഇങ്ങനെ ഒരു പ്രകൃതിയുള്ള ആളാ. അതുകൊണ്ട് അവർക്ക് എന്നെ ഇഷ്ടമല്ല. എനിക്ക് അവരൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അവർക്കൊന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്താണ് ഇതൊക്കെ? അഭിനയ വിശ്വസിക്കില്ലേ? സിനിമയിലെടുക്കും. സിനിമയിലെടുത്തൊന്ന് ചോദിച്ചാ മതി. നിന്നെ അടുത്തേക്ക് മെല്ലെ പറ. അയ്യോ, നീ ഒരു പാവാണല്ലോ മോളെ. ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു നല്ല വില്ലത്തിയാന്ന്. ഞാൻ വിചാരിച്ചു ജെന്നിയെ പോലെ തന്നെ നിനക്കോ വെച്ച സ്വഭാവന്ന്. ജെന്നിയെ പോലത്തെ സ്വഭാവം എനിക്കില്ല. അവക്ക് മനസാക്ഷി ഇല്ലെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ആരും ഇല്ലാത്തോണ്ട് ഞാൻ ഈ ജെന്നിപ്പോളോടെ കൂടെ നടക്കുക. ഈ പാവം എന്നോട് എന്തിനാ എല്ലാവർക്കും ഇത്ര ദേഷ്യം നാവം. ശരിയാണല്ലോ, ഇവളൊരു പാവാണല്ലോ. എന്തിനാ എല്ലാരും ഇവളെങ്ങനെ വെറുക്കുന്നേ?